ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഒത്തിരി ദൗത്യങ്ങൾ അവരെ ഭരമേൽപ്പിക്കുന്നുണ്ട്. അതിൽ ഇപ്രകാരവും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. രോഗികൾക്ക് സൗഖ്യം, പിശാച് ബാധിതർക്ക് മോചനം, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം. എന്തൊക്കെ വെറൈറ്റിയിൽ ഈശോ ശിഷ്യന്മാരോട് പറയുക. നിങ്ങൾ ചെല്ലുമ്പോൾ പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവരൊക്കെ കാണും. അവർക്ക് നിങ്ങൾ സൗഖ്യവും വിടുതലുമായി തീരണം. എന്നിട്ട് പറയുക, നിങ്ങൾക്കിതെല്ലാം ദാനമായിട്ട് കിട്ടിയത്. എന്താ ഈ കപ്പാസിറ്റി? നിങ്ങൾക്ക് ദൈവത്തെ അനുഗ്രഹിക്കുവാനുള്ള അവസരം കിട്ടിയ ദാനമായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് വിടുതൽ സൗഖ്യം കിട്ടിയിട്ട് ദാനമായിട്ട് കിട്ടിയത്. ഇതൊക്കെ നിങ്ങളങ്ങ് പങ്കുവയ്ക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് എന്നോ ഒരു കാര്യങ്ങളെ കിട്ടിയേക്കണേ. സ്നേഹം, സമ്പത്ത്, സന്തോഷം ഒക്കെ പങ്കുവയ്ക്കപ്പെടണം. ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ അങ്ങനെയാണ് നമ്മൾ പങ്കുചേരുക. ഈ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇപ്രകാരം പങ്കുവയ്പ്പ് എത്രത്തോളം ഉണ്ടെന്ന് നീ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, ഈശോ ശിഷ്യന്മാർക്ക് ഈ അധികാരം നൽകിയപ്പോൾ ഈ അധികാരം ഇന്ന് സഭയെ നിലനിൽക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ നീ പൗരോഹിത്യത്തെ തേടുക, നീ സഭയെ തേടുക. സഭ നിനക്ക് വിടുതൽ നൽകും. സഭ നിനക്ക് സൗഖ്യം നൽകും. സഭ ശക്തമാ. ഈശോ സ്ഥാപിച്ച സഭ. ആ സഭയിൽ എല്ലാത്തിനുള്ള മാർഗങ്ങളുണ്ട്. സഭയോടൊത്ത് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചേർന്ന് എന്നും മുന്നോട്ട് പോകാനുള്ള കൃപാഭിഷേകം നൽകണമേ. നീ നൽകിയ ദാനങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനുള്ള മനസ്ഥിതി നൽകണമേ. ഈ ദിവസത്തെ സമർപ്പിക്കുകയാണ്. കൃപകൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, സംരക്ഷണം കൊണ്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ